ഹായ് വിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ നമ്മൾ പുറത്തു കൂടെ കേട്ടോ, അടുക്കള വിട്ടാണ്ട് പുറത്തു കൂടെ ഒന്ന് അലഞ്ഞ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് വന്നതാണ്. അങ്ങനെ രാവിലെ തൊട്ടൊരു ഉച്ചര വരെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെറുതായിട്ട് ഒരു 16 മിനിറ്റിലാണ്ട് ഒതുക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കാണുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോസ് ഇതാകണം ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്തോളി. തൊട്ടടുത്ത് തന്നെ ലൈക്ക് അടിക്കുമ്പോൾ ഒരു ഹൈപ്പ് വരും. ഹൈപ്പിലും കൂടി നെക്കിക്കോളിട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളെ വീഡിയോ തുടങ്ങാൻ പോണത്. രാവിലെ തന്നെ നേരത്തെ കാലത്ത് അങ്ങനെ നീക്കലില്ല, 6 മണിക്കാണ് നീക്കലുള്ളൂ കേട്ടോ. ഇപ്പം നടത്തും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മഴയാണല്ലോ. നടക്കാൻ പോകാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ ഒരു പെലച്ചൊക്കെ ഒരു മഴ പെയ്യും. അപ്പോൾ പിന്നെ അവിടെ തന്നെ ചുരുണ്ട് മൂടി കിടക്കലാണ്. പിന്നെ ഒരു 6 മണിയാകുമ്പോഴാണ് നീറ്റ് പോരുള്ളൂ. അപ്പം അങ്ങനെ നേരം വെളുത്ത് ഞാൻ അടുക്കളയിൽ വേഗം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അതേപോലെ തന്നെ ചായ കടിയും അങ്ങനത്തെ അല്ലറ ചില്ലറ നമ്മൾ സ്ഥിരം എടുക്കുന്ന പരിപാടികളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഗ്യാസുമ്മേൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വേഗം ചോറിനുള്ള വെള്ളം വെക്കട്ടെ. അപ്പം വേഗം അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്താണ്ടേ വേഗം ഒന്ന് വെണ്ണീരൊക്കെ ഒന്ന് വാരി എടുക്കുക. വെണ്ണീര് വാരിയില്ലെങ്കിൽ റെഡിക്ക് അങ്ങോട്ട് കത്തിയാണ് കിട്ടൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെണ്ണീരൊക്കെ ഒന്ന് വാരി എടുക്കാമെന്ന്. അങ്ങനെ വെണ്ണീരൊക്കെ വാരിയെടുത്ത് വേഗം ചീളുവാർക്കൊക്കെ ഇട്ടാണ്ട് കത്തിച്ചു കിട്ടോ. ഒരു ചോറിനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നാകുമല്ലോ, പെട്ടെന്നാകുമല്ലോ. ഗ്യാസുമ്മ മാത്രമല്ല നമ്മൾ വെക്കൽ, വിറകടുപ്പിലും വെക്കലുണ്ട് കേട്ടോ. തീ നല്ല ഉഷാറായിട്ട് ഇന്നേക്കാട്ടിലും അടിപൊളിയായിട്ട് കത്തുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ അടുപ്പത്ത് തന്നെയാണ് ആക്കാം. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ഏതായാലും ഗ്യാസ് മറ്റുള്ള പരിപാടി ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കണമുണ്ട്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ് വേഗം കോഴിനെ തുറന്ന് വിടട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു ഡ്യൂട്ടി ഞാൻ ചെയ്യാത്തതാണ് കേട്ടോ. ഇന്നിപ്പോൾ കോഴികൾ അതിൻ്റെ ഉള്ളിൽ കടന്നാണ്ട് ഭയങ്കര കൊക്കിപ്പാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വിട്ടേ ഓലാണ്ട് വിടാമെന്ന്. അപ്പം അങ്ങനെ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഓല വിടാൻ പോയി. ഒക്കെപ്പാടൊന്നും ഇല്ല കേട്ടോ. ഒക്കെപ്പാടെ രണ്ടെണ്ണം ഉള്ളൂ. പിന്നെ ഒരു 4 കുട്ടികളില്ലത്. അപ്പോൾ 4 കുട്ടികളിൽ 7 കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറഞ്ഞ് ഇപ്പം 4 എണ്ണം ഉള്ളൂ. അപ്പം ഞാൻ ഓൾക്ക് കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട്, അപ്പം റേഷൻ കടയിൽ നമുക്ക് ഗോതമ്പ് കിട്ടുന്നുണ്ടല്ലോ, ഗോതമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചോറാട്ടോ കൊടുക്കൽ കേട്ടോ. അരി കാര്യങ്ങൾ ഇട്ട് കൊടുക്കലില്ല. അരി കൊടുത്താൽ കോഴികളൊക്കെ വേഗം ചത്ത് പോകുമെന്ന് പറയുന്നേക്കാം. അപ്പം അങ്ങനെ അരി ഇട്ട് കൊടുക്കലില്ല. അരി കൊടുത്താൽ സുഖമല്ല കോഴികൾക്ക്. ഞാൻ ആദ്യമൊക്കെ അരിയേ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പം പിന്നെ മനസ്സിലായതോടുകൂടി പിന്നെ അരി ഇട്ട് കൊടുക്കൽ നിർത്തി. ഗോതമ്പും അതേപോലെ തന്നെ ചോറ്, രാത്രിക്കത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഇപ്പോഴും കോഴികളൊന്നും ഇല്ല, എന്നാലും നമുക്കൊരു സമാധാനമാണ് ഇവരെ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ 4 കുട്ടികളുണ്ട് പറഞ്ഞില്ല. അപ്പോൾ വിളിച്ചപ്പോൾ ഇതാക്കണം, ഒരാൾ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ അവിടെ നോക്കിയിട്ടുണ്ട്. ഞങ്ങളെ തന്നെയാണോ വിളിച്ചത് അറിയാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓലൊക്കെ സന്തോഷിപ്പിച്ച് ഞാനിതാ വീണ്ടും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പാണ് ഉണ്ടാക്കാനുള്ളത്. ആദ്യമൊക്കെ പച്ചരി വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന്. ഇപ്പോൾ പച്ചരി വാങ്ങലില്ല. അപ്പോൾ ഇങ്ങനെ 500-ൻ്റെ പത്തിരിപ്പൊടിയാണ് കൊണ്ടുവന്നിട്ട് അപ്പം ചൂടിലാട്ടുന്നത്. ഇപ്പോൾ ചീയപ്പാണ് ചൂടുന്നത് കേട്ടോ. ചീയപ്പം മനസ്സിലായില്ല, അപ്പം തന്നെ ആട്ടിയാണ്ട് അപ്പം തന്നെ ചൂടുന്നതാണ് ചീയപ്പം ഉള്ളത്. അല്ലെങ്കിൽ പച്ചരി ആണെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ട് രാവിലെ ആട്ടിയിട്ട് അങ്ങനെ ഉണ്ട് അപ്പം ചൂടുന്നതാണ് ചീയപ്പം. അങ്ങനെ ഈ അപ്പമാണ് ഇന്ന് ഞാൻ ചൂടാറുള്ളത് കേട്ടോ. അങ്ങനെ അപ്പം ചൂടാറുള്ള പരിപാടിയിലാണ്. മക്കളൊക്കെ അതാ ഓരോരുത്തരോരോരുത്തർ നീച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് മാത്രമാണല്ലോ ഇപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് നീച്ചിട്ടുള്ളത്. ഇപ്പോൾ മറ്റോക്ക് +2 കഴിഞ്ഞതാണല്ലോ. ഓളെയും കൂടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ട് ചേർത്തണം. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് അങ്ങാടിയായിട്ടൊന്ന് പോകണം കേട്ടോ. അതാണ് ഇപ്പോൾ ഇത്ര തിരക്കുള്ളത്. അതിൻ്റെ ഇടയിൽ അരിയൊക്കെ കണ്ടിട്ട് ഞാൻ ഉച്ചക്കൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അരി ഇട്ടത്. അപ്പോൾ ഒരു സമാധാനമാണ്. രാവിലെ തന്നെ ചോറും കറിയായി നമുക്ക് പോകേണ്ടടുത്ത് കൂടെ ഒക്കെ ഒന്ന് പോകാമല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു ബേജാറാവും. കൂടെയൊക്കെ പോയി വരുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലും തിന്നാനില്ലെങ്കിൽ ക്ഷീണിച്ച് വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പണിയെടുക്കണത്, ഒരു പട്ടി പണിയെടുക്കണത് ഭയങ്കര ഗതികേടാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകാനുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് നീച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകുകയാണെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. വന്നിട്ട് ഒന്ന് കാലം നീട്ടി ഇരിക്കാം. അപ്പോൾ അങ്ങനെയാണുള്ളത്. അങ്ങനെ അരിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കട്ട പിടിച്ച് ഇങ്ങനെ നിൽക്കും. അരി ഇടുമ്പോൾ എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അരി ഇളക്കലൊക്കെ കഴിഞ്ഞ് തീയൊക്കെ നല്ലപോലെ വമ്പ കത്തിച്ചിട്ടുണ്ട്. ഇനി പോയി അപ്പം ചൂടട്ടെ കേട്ടോ. അപ്പം ഞാൻ വേഗം ഒന്ന് മിക്സിൻ്റെ ജാറിൽ ഇത്തിരി വെള്ളം, അതേപോലെ തന്നെ ഇത്തിരി വെള്ളമല്ല, കുറച്ച് നല്ല ലൂസിൽ തന്നെയാണ് അപ്പം കലക്കിയിട്ട് അപ്പത്തിലുള്ള മാവ് കലക്കിയിട്ടുള്ളത്. അപ്പോൾ ചില ഭാഗത്ത് കൂടെ ഒന്നും ഇങ്ങനത്തെ ഒരു അപ്പം ഇല്ല എന്ന് തോന്നുന്നില്ലേ. എല്ലാവരുടെയും വെള്ളപ്പം നോക്കിയാണ് പറയൽ. അപ്പം നമ്മളിവിടെ അപ്പം സാധാരണ അപ്പാട്ടോ പറയൽ. ഒരു സാധാരണ അപ്പല്ലേ അപ്പം എന്ന് പറയും.
അപ്പം പുളി ഇല്ലേനെയാണ് നമ്മൾ ദോശ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. ഇതിനെ നമ്മൾ അപ്പം എന്നാണ് പറയുക. അപ്പോൾ പുതിയൊരു ചട്ടി വാങ്ങിയതാണ് ഞാൻ. 250 രൂപ 300 രൂപയെന്ന് തോന്നുന്നു ഈ ഒരു ചട്ടി വാങ്ങിയതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഒരു ടെസ്റ്റും കൂടി നടത്തണമല്ലോ. ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ എല്ലാ പരിപാടികളും ഇതാക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ വാങ്ങിയപ്പോൾ, തവയല്ലേ ഇതിന് പറയാം, പത്തിരി ചട്ടിയോ, അപ്പോൾ അത് വാങ്ങിയപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ തിരക്കടൊന്നുമില്ല, ടെസ്റ്റിൽ വിജയിച്ചിരിക്കുന്നുണ്ട്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മളെ കുഞ്ഞാറ്റക്ക് ചോറിന് കിഴങ്ങ് പൊരിച്ചതാണ് കേട്ടോ. നമ്മളെ കുട്ടികൾ ബംഗാളി കുട്ടികളായത് കാരണം കിഴങ്ങ് വെച്ച് എന്തുണ്ടാക്കി കൊടുത്താലും ഓൾക്ക് സന്തോഷമാണ്. കിഴങ്ങ് പൊരിച്ചതാണെങ്കിലും കിഴങ്ങ് ഉപ്പേരിയാണെങ്കിലും എന്താണെങ്കിലും ഓൾക്ക് സന്തോഷമാണ്. കിഴങ്ങായാൽ മതി. അപ്പോൾ 8 വരെ ചോറുണ്ട് കേട്ടോ. 9 ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവർക്ക് വാങ്ങാനല്ല മടി കൊണ്ടാന്ന് തോന്നുന്നു ചോറ് വേണമെന്ന് പറയല്. അങ്ങനെ ഏതായാലും നമ്മൾ രാവിലെ ചോറ് വെച്ചാൽ നമുക്കൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ചോറ് ഉണ്ടാക്കുന്നത്. ചോറിന് ഇന്ന് കിഴങ്ങ് പൊരിച്ചതാണ്. അല്ലെങ്കിൽ മുട്ട അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ. ആരും ഒന്ന് കമൻറ്റിൽ പറഞ്ഞു ഒരു പൊരിച്ച മീനും കൂടി വെച്ച് കൊടുത്തുകൂടെയെന്നോ ചോറ്റുപാത്രത്തിലെന്നുള്ളത്. അപ്പം നമ്മളെ കുട്ടികൾ 3 ആൾ പോലെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓലും 3 ആളും തന്നെ മീനൊന്നും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ചിക്കനും കൊണ്ടുപോകലില്ല. അങ്ങനെ മുട്ട മീൻ ഇറച്ചിയൊന്നും അങ്ങനെ കൊണ്ടുപോകലില്ല. പിന്നെയും കൊണ്ടുപോകലും മുട്ടയാട്ടോ. അപ്പോൾ ഞാനിട്ട് കൊടുത്തയക്കലും ഇല്ല. അപ്പോൾ മീനും മുട്ടയൊക്കെ കൊടുത്തയച്ചാൽ ചിലപ്പോൾ മണക്കും വെള്ളമൊന്നും ഇല്ലെങ്കിൽ കൈ കഴുകാൻ തന്നെ കഷ്ടിയാവും ഉള്ള സ്കൂളിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ മീനും മുട്ട ഇറച്ചി അങ്ങനെ കൊടുത്തയക്കലില്ല. കഴിവതും പച്ചക്കറികളാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടി കൊടുത്തയക്കുക. അല്ലെങ്കിൽ മസാലക്കറി, ഇതേപോലെ തന്നെ കിഴങ്ങ് പൊരിച്ചത്, ചമ്മന്തി ആണെങ്കിലും ഓൽക്കും ഓക്കെയാണ്. അപ്പം ഇറച്ചി മീനും അങ്ങനെ ഞാൻ കൊടുത്തയക്കലില്ല കേട്ടോ. വല്ലാതെ അങ്ങോട്ട് വല്ലാതെ നല്ല ഇല്ല. ഇറച്ചി മീൻ തീരെ കൊടുത്തയക്കലില്ല. ഇറച്ചിയൊക്കെ ഒരു കഷ്ണമൊക്കെ പൊരിച്ചതൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകും. അപ്പോൾ മുട്ടയൊക്കെ കൊടുത്തയക്കാത്ത, മുട്ടയൊക്കെ രാവിലെ പാത്രത്തിലിട്ട് അടച്ച് വെക്കണമെന്നില്ല. ഉച്ചയാകുമ്പോൾ തുറക്കുമ്പം ചോറും കൂടി ആ ഒരു മണം വരും. അതുകൊണ്ട് ഞാനത് കൊടുത്തയക്കലില്ല കേട്ടോ. ഇവർക്ക് ഇഷ്ടമില്ല, ഞാൻ കൊടുത്തയക്കലില്ല. അതിന് വേണ്ടി ഒരു ചമ്മന്തി ആണെങ്കിൽ ഒരു കുട പോലും കൊണ്ടുപോകും. അത് ഓൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ മീനും ഇറച്ചിയും അതേപോലെ തന്നെ മുട്ടയും കാര്യങ്ങളൊന്നും അങ്ങനെ കൊടുത്തയക്കലില്ല. അപ്പോൾ ആരോ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കമൻറ്റിൽ മറുപടി പറഞ്ഞതാണ് കേട്ടോ. അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ അതടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ കിഴങ്ങ് ഒന്ന് വറുക്കുന്നുണ്ട്. അതിനിടയിൽ പേപ്പർ വന്നപ്പോൾ പേപ്പറും കൂടി വായിക്കട്ടെ. ചൂടപ്പം പോലത്തെ വാർത്തകളാണല്ലോ ഉള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് വായിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അവിടെ ഇരുന്നാണ്ട് തന്നെ. ഇതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് പണിക്ക് പോകാനായിട്ടുണ്ട്. അതിനും ചായ എടുത്ത് കൊടുത്തു വേഗം. ഇനിയിപ്പോൾ മൂപ്പർക്ക് ചായയും കാര്യങ്ങളും കൊണ്ടുപോകണില്ല, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനും വേണം ഏതായാലും ഒന്ന് നടക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതാകണം എൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്ന് ഇനിയിപ്പോൾ കുളിക്കാനുള്ളൊരു പരിപാടിയിലാണ്. കുളിയൊക്കെ കഴിക്കണം. ഇന്ന് ഏതായാലും അലക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരത്താണ് നമ്മൾ പുഴയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ അലക്കാനുണ്ടാവില്ല, ഇനി വൈകുന്നേരത്തന്നെ ഉണ്ടാവുകയുള്ളൂ. വൈകുന്നേരത്തിന് ചിലപ്പം പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ എന്തെങ്കിലും കുത്തി ഒലുമ്പി ഇടണമെന്നാണ് വിചാരിച്ച്. അപ്പോൾ കിഴങ്ങ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്. സാമ്പാറിന് ഇതാക്കണ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാറിന് എല്ലാം നന്നാക്കി വെച്ചോണ്ട് തന്നെ പെട്ടെന്നുണ്ടല്ലോ. ഇനി ധൃതിയില്ലവരൊക്കെ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞേക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ മൂപ്പർക്ക് പണിക്ക് പോകാനായിട്ടുണ്ട്. ഇനി അപ്പോൾ അതിനെ ഒന്ന് പറഞ്ഞേക്കട്ടെ. അപ്പോൾ അങ്ങനെ പോയിട്ട് പൂമുഖത്ത് വാതിൽക്കൽ സ്നേഹം വിടർത്തി നിൽക്കുന്ന ഭാര്യ ആകുമൊന്നും വേണ്ട. വെറുതെ ഞാനവിടെ അടുക്കളയിൽ നിന്നപ്പോൾ ഒന്ന് നോക്കി ഏതായാലും ക്യാമറ കയ്യിലുണ്ടാവുക, ഒന്ന് ഷൂട്ട് ചെയ്യാതെ വിചാരിച്ചെടുത്തതാണ്. അപ്പം അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മൂപ്പര് പോയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി നമ്മളെ കുഞ്ഞാറ്റൊക്കെ റെഡി ആയിക്കോളും. അവൾ കുളിയൊക്കെ നടത്താനായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഒരു 1.5 കൂലിയാണ് രാവിലത്തത്. അപ്പോൾ ടാറ്റ തന്നതല്ലേ ഗൈസ്, അത് ടാറ്റ തന്നല്ല കൂട്ടുകാരി. അതെന്താണോ, ഞാൻ ക്യാമറയിൽ നോക്കിയൊരു ഹായ് പറയാൻ വന്നതാണ്. അപ്പം മുണ്ട് ഏതായാലും ഇല്ല, ക്യാമറയിലേക്ക് നോക്കിയാൽ ക്യാമറ അങ്ങോട്ട് ഓണാക്കിയാൽ പിന്നെ ആ ഒരു വായ തുറക്കൂല. ചിരിക്കാനാണെങ്കിലും വർത്താനം പറയാനാണെങ്കിലും അത് തുറന്നങ്ങോട്ട് കിട്ടുമല്ലോ. ഭയങ്കര ഡിമാൻഡാണ് വർത്താനം പറയാനും ഉണ്ടാനായിട്ട്. നമ്മളെ ചീത്ത പറയാനാണെങ്കിൽ ചെറുപ്പറാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നുണ്ട്. നമ്മളിവിടെ എങ്ങനെയാണ് കേട്ടോ. ചീത്ത അറിയാനായിട്ടൊക്കെ വേറെ കുറേ അങ്ങോട്ട് തുറക്കലുള്ളൂ. അപ്പോൾ ക്യാമറയും കൊണ്ട് അങ്ങനെ വന്നാലും അങ്ങനെ മുതലില്ല. സാമ്പാർ വെക്കട്ടെ. സാമ്പാർ ബസ് പോയാൽ പിന്നെ ബസ് ഉണ്ടാവില്ലല്ലോ. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ബസ് വാങ്ങിയിട്ടുമില്ല. വേഗം ഉള്ളിയൊക്കെ കഴിച്ചാൽ ബസ്സിൽ പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം. അപ്പം ഇതുവരെ ഓളവിടെ പാട്ടും പാടി ഇരിക്കുന്നു കേട്ടോ. അപ്പം അതിനാണ് ചീത്ത പറഞ്ഞിട്ടുള്ളത്. ബസ് നമ്മൾ വാങ്ങിയിട്ടില്ല എന്നുള്ളത്. എപ്പോഴും ആണ് നമ്മൾ ഒരു മൂട്ടിലൊരു തീ കൊടുക്കാണ്ട്. ആ ഒരു തീ കൊടുത്തിട്ടില്ലെന്നില്ല, ഒരു കീ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. എനിക്കത് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങേറുമാണ് കേട്ടോ. നമ്മളിങ്ങനെ തീയിട്ടോട് നിൽക്കണം, അപ്പോഴാണ് ചൂടാകുള്ളൂ.
അപ്പം ഓലവിടെ നിൽക്കട്ടെ, ഞാൻ എൻ്റെ പണി തീർക്കട്ടെ. എൻ്റെ പണി തീർത്താൽ എനിക്ക് വേറൊരു പണി എടുത്തുകൂടെ. അപ്പം ഞാൻ അവൾക്ക് ചോറാക്കി കൊടുക്കട്ടെ. കുറേ ആക്കി കൊടുക്കണ്ടെന്ന് എപ്പോഴും പറയട്ടെ. ഇത്തിരി ആക്കിയാൽ മതി, ഇത്തിരി തിന്നാനാ നേരം ഉണ്ടാകുള്ളൂ അറിയും. അതിൻ്റെ ഇടയിൽ അവൾക്ക് കളിക്കാൻ പോകണമല്ലോ, അങ്ങനെയാണ് ഉള്ളത്. അപ്പം ഞാനൊന്നും സ്കൂൾക്ക് ഒന്നും ചോറ് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഞാനൊന്നും പഠിച്ച കാലത്ത് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോയിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാക്കി തരാനൊന്നും നമുക്ക് നേരം ഉണ്ടാവില്ല കേട്ടോ. ഏതു നേരവും ഹോട്ടലിലേക്ക് പോകാനുള്ളതാണ്. പിന്നെ ഇല്ലത് അച്ഛനാണ്, അച്ഛന് രാവിലെ പോകും. പിന്നെ ഇപ്പം ഞങ്ങൾ ഒരുങ്ങിയോണം, തിന്നോണം, കുളിച്ചോണം, സ്കൂൾക്ക് പോയോ പോയില്ല അതൊന്നും ഓൾക്ക് അറിയേണ്ട കാര്യമില്ല എന്നല്ല, പക്ഷെ ഓൾക്ക് നേരം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് തിന്നാൻ തരാല്ല നെട്ടോട്ടത്തിലാവും ഓല്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് ഓൾക്ക് സമയമല്ലേന്ന്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു പാവം തോന്നും. ഓല് അതിനാണല്ലോ ബേജാറായിട്ട് മണ്ടിയത് എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു പാവം തോന്നും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ഇടങ്ങേറായിരുന്നു, മീറ്റിങ്ങിന് വന്നിട്ടില്ലെങ്കിലൊക്കെ ഒരു ബേജാറായിരുന്നു, ഒരു ഇടങ്ങേറ്. എല്ലാ കുട്ടികളും അമ്മയും അച്ഛനൊക്കെ മീറ്റിങ്ങിന് വരുമ്പോൾ നമ്മളാരും വരലൊന്നുമില്ല, കാരണം ഓൾക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, ഓൾക്ക് സമയമില്ലായിട്ടാണ്. ഇപ്പോഴാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് വരുന്നത്. നമ്മളാണ് ഇവിടെ മീറ്റിംഗ് അറിയുമ്പോഴത്തേന് ചെതറി ഓടുന്നത്. ഞാനൊക്കെ ആ ഒരു കൂട്ടത്തിൽ പെട്ടത്. മീറ്റിംഗ് അറിയുമ്പോഴത്തേന് തലേന്നേ ഒരുക്കം തുടങ്ങും. അപ്പോൾ അങ്ങനെയുണ്ട്. അതിപ്പോൾ എന്താണെന്നല്ല, ഇതിപ്പോൾ രാവിലെ ഇവിടുത്തെ ഒരു പതിവാട്ടോ. എല്ലാവർക്കും ഉണ്ടായത്, 3 ആൾക്കും ഉണ്ടായത്. രാവിലെ ചായ കുടിക്കാനായിട്ട് സ്കൂൾക്ക് പോകുന്നുണ്ടെങ്കിൽ രാവിലെ ചായ കുടിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. എന്തുണ്ടാക്കി വെച്ചിട്ട് കൊടുത്തിട്ടും കാര്യമില്ല. ഞാൻ കാല് തൊട്ട് കുളിഞ്ഞിട്ട് പോകാനായിട്ട് കുറച്ച് ഏറിയിട്ടാണ് മുള്ളിട്ടിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഞാൻ രാവിലെ ഛർദ്ദിക്കാൻ വരിക, അങ്ങനത്തെ ഓരോരോ സൂപ്പറാണുള്ളത്. അയ്യോത് ഞാൻ ഇന്നെക്കൊണ്ട് കഴിയണം. അത് വൈകുന്നേരം സ്കൂളിൽ വന്നിട്ട് സെയിം സാധനം കൊടുത്താലുള്ള മൂക്ക് മുട്ട ഇരുന്നങ്ങോട്ട് തിന്നു കേട്ടോ. അങ്ങനെയാണ് ഇല്ലത്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ലല്ലോ. രാവിലെ തിന്നാനുള്ളത് രാവിലെ തന്നെ തിന്നണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത് എന്നാണ് പറയല്, അങ്ങനെയല്ലേ പറയല്. അപ്പോൾ രാവിലത്തെ ചായയും കടി എങ്ങനെയായാലും മുടക്കരുത് എന്നാണുള്ളത്. അപ്പം മക്കൾക്ക് എങ്ങനെ പറഞ്ഞാലും അത് മനസ്സിലാകില്ല. അപ്പോൾ പണ്ടത്തോരൊക്കെ കണ്ടില്ലേ, എൻ്റെ അച്ഛനൊക്കെ പണിക്ക് പോകുമ്പം രാത്രിക്കത്തെ ചോറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിക്കണം, അതൊക്കെ തിന്നാ പോവുക. അപ്പം തിന്നാൻ രാവിലെ തിന്നണം നിർബന്ധമാണ്, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അപ്പോൾ പഴയ കാര്യങ്ങൾ ഒരുപാട് ഞാൻ ഓർത്തെടുത്തു അല്ലേ. അപ്പം പിന്നെന്താ, ചായയല്ല, ഞാൻ വേഗം കറി ഉണ്ടാക്കിയിട്ടോ. നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തേങ്ങയൊന്നും അരക്കാത്ത ഒരു ഹമ്പിൾ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ വൈകുന്നേരത്തിന് ചിലപ്പോൾ ഉണ്ടാകുള്ളൂ, ചിലപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ഏതായാലും അങ്ങാടി കൂടെ ഒന്ന് സെർച്ച് ചെയ്യാൻ പോകുക കേട്ടോ. പെട്ടെന്ന് പോരാനുള്ള പരിപാടിയല്ല, കുറേ പോകണം, അക്ഷയയിൽ പോകണം, പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഈ ഒരു പോക്കുള്ളത്. അങ്ങനെ ഒരു 10:30, 11 മണി 11:30 ആയപ്പോൾ ഞങ്ങൾ ഒരുങ്ങിയിട്ട് പോവുകയാണ്. ഞാൻ, ഉണ്ണിമോള്, അതേപോലെ തന്നെ ആമിയുണ്ട്, ഓളെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ. ഓല അങ്ങാടിക്ക് പോരുന്നുണ്ട് കാരണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങാടി പോകാൻ പോവുകയാണ്. നമ്മളെ മമ്പാടങ്ങാടിയാണ് പോണത്. അപ്പോൾ കണ്ണനെ ഏതായാലും കുത്തി തീപ്പിച്ചാണ്ട് ഒരു ഓട്ടോറിക്ഷയിലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതിലങ്ങനെ ഏതായാലും അങ്ങനെ ഒക്കെ പണ്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം അക്ഷയയിലാണ് പോകാനുള്ളത്. അക്ഷയയിൽ ഇതാക്കിയിട്ട് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ആമിക്കൊന്നും തീരെ വയ്യ, അതാ ഇരിക്കുകയാണ്. കുട്ടികൾക്ക് ഇതാ എങ്ങോട്ട് ഇറങ്ങി മണ്ടാനും കൈയിടില്ല. ഓൾ ഇതാക്കണ മട്ടിച്ചിരിക്കട്ടോ, മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ അക്ഷയയിൽ DLDക്ക് കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം തൽക്കാലം ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടല്ലേ ഇവിടെ. അപ്പം അങ്ങനെ അതിന് കൊടുത്തിടാനായിട്ട് വന്നതാണ്. അവളവിടെ കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ബട്ടൺ ഹൗസ് കണ്ടിട്ട് പുതിയതായിട്ട് ബട്ടൺ ഹൗസ് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കറണ്ടും വെളിച്ചമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഓരോ സാധനം എടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് മുത്തും കല്ലും കാര്യങ്ങളൊക്കെ വേണേന്ന് കിട്ടാം. അപ്പോൾ ഇത് ആവശ്യമില്ലാതെ ഞാൻ എടുത്തുകൊണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ അപ്പം എടുക്കാൻ തോന്നലാണ്. അപ്പോൾ 10 റുപ്യേൻ്റെ ഒരു പാക്ക് ഉണ്ട് കാരണം അപ്പോൾ അതങ്ങനെ എടുത്തു. പിന്നെ കുറച്ച് നൂല് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്രോഷയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആദ്യം ഓളൊന്ന് വാങ്ങിയത് വെച്ച് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ മമ്പാടങ്ങാടിയിൽ ഇതാ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇല്ലേന്നു കേട്ടോ, ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാ സ്ഥാപനം പുതിയതായിട്ട് തുറന്നിട്ടുണ്ട്. അത് വലിയ ഉപകാരമായിട്ട് ഞാനൊരു കൊളുത്തിനും പിന്നിനുമായിട്ട് തേരാ പാര നടക്കലുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ തീരെ നമുക്ക് വേണ്ട സാധനങ്ങൾ ബട്ടൺ ഹൗസിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അവിടെയാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുള്ളൂ. അപ്പോൾ അമ്പാട് അങ്ങാടിയിലും ഇതാകുന്നത് സ്റ്റിച്ചിങ് അല്ല, നമ്മളെ ബട്ടൺ ഹൗസ് തുറന്നിട്ടുണ്ട്. അതൊരു വലിയ ഉപകാരമായി. അപ്പം ഇനി ഇവിടുന്ന് പറഞ്ഞയച്ചാൽ മതിയല്ലോ. നമ്മൾ അങ്ങനെ അവിടുന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോന്നു. അപ്പോൾ ഇതിന് പള്ളിയിൽ കാറ്റ് കടന്നിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല കട്ടിക്കന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാന്ന് അവിൽ മിൽക്ക് വാങ്ങി കുടിച്ചിട്ടു. സ്വർണ്ണമാണെന്ന് പറഞ്ഞു. സ്വർണ്ണം നിർബന്ധം. സൈക്കിളോക്കട്ടെ സൈക്കിള് എന്താ ബാങ്ക് കച്ചവടക്കാരത്തിയോ ഇട്ടേ കാണട്ടെ. എനിക്ക് പറ്റിയ തനിക്ക് പോകാനൊക്കെ കണ്ട് അവിടേക്കെല്ലാം പോകുമ്പോൾ ഇനിയൊരു ബാഗ് എടുക്കണ്ടല്ലോ. ഏത് പുറത്തോ? അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു ബാഗ് വാങ്ങിയിട്ട് നോക്കി ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ച് കയറിയതാണ്. നമ്മളെ ഫ്രണ്ട് ചെപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ബാഗ് ഉണ്ടായിരുന്നു. അപ്പം ഉണ്ണിമോക്ക് ബാഗ് വേണമെന്ന് പറഞ്ഞു. ഇനി അഥവാ അങ്ങോട്ടേക്കൊക്കെ കുറച്ച് ദൂരയാത്രക്ക് പോകുകയാണെങ്കിൽ ഇത്തിരി വലിയ ബാഗ് വേണമല്ലോ. അങ്ങനെ ഞങ്ങളൊരു ബാഗ് വാങ്ങി. ഒരു 400 സംതിങ് അത്രയോ ഉറുപ്പ്യായിട്ട് ആ ഒരു ബാഗിന്. നല്ല ബാഗാണ്. പിന്നെ തൊട്ടടുത്തില്ല സൂപ്പർ മാർക്കറ്റിൽ കയറി. നമ്മൾ വന്നാൽ പിന്നെ അങ്ങനെയുണ്ട് അടിപടലം മുടിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് അങ്ങാടിയിൽ നിന്നാണ്ട് പോരുള്ളൂ വീട്ടിലേക്ക്. അപ്പം എന്തൊക്കെയോ തിരയുന്നുണ്ട്, കാര്യമില്ലാതെ എന്തൊക്കെയോ തിരയാണ്. അപ്പോൾ ആമീൻ തന്നെ ഓക്ക് കയ്യെത്തുന്ന ഭാഗത്തു കൂടെയൊക്കെ ഓളും തിരയുന്നുണ്ട്. എന്തൊക്കെയോ തിരഞ്ഞിട്ട് ഏതായാലും ലാസ്റ്റ് ഞങ്ങളൊരു 2-2:30-3 മണിയായപ്പോഴത്തേന് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാരി വെട്ടിയാണ് ഞാൻ ഇതാക്കുന്ന പട്ടുപാവാട അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലൗസും പിന്നെ ഒരു പാവാടയും. പിന്നെ ഇത് മീഷോന്നല്ല, ഇത് കസ്റ്റമർ കൊണ്ടുവന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ആരോ ചോദിച്ചിട്ടുണ്ട് ആ പച്ചസാരി എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത്. അപ്പം അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അത് നമുക്ക് അടിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് സംഭവം ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നാളെ കാണാം. ബൈ.